മരിക്കണമല്ലോ അല്ലാ. അതാണ് മുത്തുനബി അവിടെന്ന് പറഞ്ഞത്, കഫാബിൽ മൗതി വാഇലാ, മരണം ഏറ്റവും നല്ല ഉപദേശകനാണ്. മരണം ഏറ്റവും വലിയ ഉപദേശകനാണ്, വായിലാണ്. സ്വന്തം മരണത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചാ ഏതെങ്കിലും ഒരു ദിവസം ഞാനും മരിക്കുമല്ലോ അല്ലാ, എന്നാ റബ്ബേ എന്റെ മരണോ, എന്നിട്ട് ആ ദിവസത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുമോ പെങ്ങളെ? തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേറൊരു മാർഗത്തിന്റെ ആവശ്യമില്ല. സ്വന്തം മരണത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ മരിച്ചു കഴിയുമ്പോ ഈ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയപ്പെടുമ്പോ ഇന്നാലിന്നാള് മരണപ്പെട്ടിട്ടുണ്ടെന്ന വാർത്ത നാട് മുഴുവനും പരക്കുമ്പോ അതേ നമ്മൾ നിശ്ചലമായി കിടക്കുകയാണ്. ഇന്നേ വരെ ഒരുപാട് സ്ഥാനങ്ങൾ അലങ്കരിച്ചവരാ, ഉസ്താദായവരാ, ഉമ്മയും ഉപ്പയും ആയി വലിയ സ്ഥാനങ്ങളിലൂടെ നടന്നവരാ. അതേ എല്ലാ ആളുകളും ഒരൊറ്റ പേരിലേക്ക് നമ്മെ ചുരുക്കപ്പെടുകയാ. ഉമ്മ എന്ന് വിളിച്ച മക്കൾ, വാപ്പാ എന്ന് വിളിച്ച മക്കൾ, മയ്യത്ത് എന്ന ഒറ്റ പേരിലേക്ക്. മയ്യത്തെടുക്കാൻ സമയമായോ എന്ന് പ്രായഭേദമില്ലാതെ എല്ലാവരും ചോദിക്കുന്ന തരത്തിൽ നമ്മളങ്ങ് നിശ്ചലമായി കിടക്കുമ്പോ ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മുടെ വീട്ടിൽ നിന്ന് യാത്ര പോയില്ലേ? പലരെയും നമ്മൾ കുളിപ്പിച്ചില്ലേ? പലരെയും കഫൻ ചെയ്തില്ലേ? നമ്മുടെ വീടിന്റെ ഉള്ളിൽ അവസാനമായി മുഖം കെട്ടുന്നതിന് മുമ്പ് കൊണ്ടുവന്ന് വെച്ചില്ലേ? ഇതുപോലെ എന്നെയും വെക്കുമല്ലോ അല്ലാ.